കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളുടെ സ്മരണയുണർത്തുന്ന മറ്റൊരു വചന വിചാരത്തിനു കൂടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണ്. ക്രൈസ്തവ ആത്മീയതയുടെ ആഴങ്ങളെ സ്പർശിക്കുന്ന, അതിൻ്റെ സ്നേഹഭാവങ്ങളെ തൊട്ടുണർത്തുന്ന ജീവിതാനുഭവങ്ങളാണ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവ സ്മരണകളിലൂടെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത്. ഇന്നും നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ധാർമ്മിക ചിന്തകൾ നമുക്ക് പകർന്നു നൽകുന്ന സ്നേഹഭാവങ്ങളുടെ വ്യത്യസ്ത തലങ്ങളിലെ ദയ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന 1-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ് ദയ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദയാരഹിതമായ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ, ദയാരഹിതമായ ഇടപെടലുകൾ നടക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ തിരുവചനത്തിൻ്റെ ഈ സന്ദേശങ്ങൾ വളരെ പ്രസക്തമാകുന്ന ഒരനുഭവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദയ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു നല്ല ആത്മീക ദർശനമായിട്ട് നമുക്ക് പകർന്നു നൽകപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹഭാവങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ദയ നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്പർശിക്കേണ്ടത് അത്യാവശ്യമാണ്. വിശുദ്ധ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശു മരണം പോലും ദൈവത്തിൻ്റെ പരമമായ ദയയുടെ പ്രതിഫലനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിൽ നിന്ന് അനുസരണക്കേടിലൂടെ അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി പരമകാരുണ്യവാനായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ മനുഷ്യ സമൂഹത്തിന് വേണ്ടി നൽകിയെങ്കിൽ അത് നമ്മളോടുള്ള പരമമായ ദയയാണ് കാണിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഓരോ ഭാഗത്തും നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കർത്താവ് തമ്പുരാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിന്റെ സ്നേഹിതനും അയൽക്കാരനും ആരാണ് എന്ന് നിനക്കൊരു തിരിച്ചറിവുണ്ടാകേണ്ടതിന് ഒരു ഉപമയിലൂടെ, ഒരു കഥയിലൂടെ തൻ്റെ അനുവാചകരോട് സംസാരിക്കുന്നുണ്ട്. എല്ലാം തകർന്ന് ജീവിതം നഷ്ടപ്പെട്ടവനായ അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരുവനെ താങ്ങി ആശ്വസിപ്പിച്ച ശമരിയക്കാരൻ്റെ കരുണയെ ഏറ്റവും ശ്രേഷ്ഠകരമായ സൗഹൃദത്തിൻ്റെ ആഴമുള്ള അനുഭവമായിട്ട് ക്രിസ്തു പകർന്നു നൽകുന്നു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ സമർപ്പണ ദിനങ്ങൾ ക്രൈസ്തവ ദർശനം നമുക്ക് നൽകുന്ന ദയയുടെ എല്ലാ സ്നേഹഭാവങ്ങളെയും സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. മീഖാ പ്രവചനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്: മനുഷ്യ, നല്ലത് എന്ത് എന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. ന്യായം ചെയ്യുവാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുവാനുമല്ലാതെ മറ്റെന്താണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഈ ക്രൈസ്തവ ധാർമ്മികതകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പീഡാനുഭവ സ്മരണകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ആമേൻ.